എന്താണ് പാപം? ദൈവകൽപ്പനകളുടെ ലംഘനമാണ് പാപം. ചെറുപ്പത്തിലെ പഠിച്ചു വെച്ചതാണ്. പ്രഭാഷകൻ 27-ാം അധ്യായം 10-ാം വാക്യം. സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു, പാപം പാപിയെ കാത്തിരിക്കുന്നു. ഇത് കേൾക്കുമ്പോഴേ എല്ലാവരുടെയും മുഖം ചുളിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. പാപം എത്ര കേട്ടിരിക്കുന്നു. അല്ല, എന്നിട്ട് വല്ല മാറ്റവും ഉണ്ടോ നിന്നിൽ? നമ്മൾ ദിവസവും ജീവിക്കാൻ ഭക്ഷണം വേണം, വെള്ളം വേണം. അതുപോലെ പിടിച്ചു നിൽക്കണമെങ്കിൽ ജീവിതത്തിൽ അത്യാവശ്യമായ ഒന്നാണ് ഒരു നുണപ്പറച്ചിൽ. നുണ അതൊക്കെ എന്ത്? എന്നാൽ ഈ ഒരു കുഞ്ഞു കാര്യത്തിന് വേണ്ടി അടി കിട്ടിയവരാണ് നമ്മളെല്ലാവരും. എന്നിട്ട് അത് ജീവിതത്തിൽ നിന്ന് മാറ്റാൻ നോക്കിയിട്ടുണ്ടോ? ഒരു ദിവസം എണീക്കുമ്പോൾ മുതൽ രാത്രി ഉറങ്ങുന്നവരെ ഒന്ന് വിചിന്തനം ചെയ്യൂട്ടോ. എല്ലാ പാപത്തിൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ്. ജ്ഞാനം 1:11 പറയുന്നു, നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു എന്ന്. ഞാനൊരു കഥ പറഞ്ഞാലോ? ഒരു പൂച്ച സഞ്ചി നിറയെ മണ്ണിരകളുമായി ഒരു മരത്തിനടിയിലെത്തി. ആ മരത്തിൽ നിറയെ കിളികളാണ്. പൂച്ചയ്ക്ക് വായിൽ കൊതിവെള്ളം വരുന്നുണ്ട്. അത് മറച്ചു വെച്ച് പൂച്ച പറഞ്ഞു, എൻ്റെ സുഹൃത്തുക്കളെ വാ, ഞാൻ നിങ്ങൾക്ക് എന്താ കൊണ്ടുവന്നിരിക്കുന്നതെന്നൊന്ന് നോക്കിയേ. മണ്ണിരയെ കണ്ടതും കിളികൾക്ക് സന്തോഷമായിട്ടോ. ഒരു പണിയും എടുക്കണ്ട, ഒരു കഷ്ടപ്പാടുമില്ല എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ വയസ്സായ കിളികൾ പറഞ്ഞു, മക്കളെ പോകല്ലേ, അപകടമാണ്. ഇത് കേട്ട ഒരു കുഞ്ഞിക്കിളി അനുസരണക്കേട് കാട്ടി പറന്ന് പൂച്ചയുടെ അടുത്തെത്തി. എനിക്ക് ഒരു മണ്ണിരയെ തരുമോ? തരാലോ. ഞാൻ അതിന് നിനക്ക് എന്താ തരണ്ടേ? എൻ്റെ കുഞ്ഞിക്കിളി, നിൻ്റെ ഒരു തൂവൽ മതി. ആ, അത്രയേ വേണ്ടോ? ഒരു മണ്ണിരയ്ക്ക് ഒരു തൂവൽ. ഹായ്, നല്ല രസം. അങ്ങനെ പൂച്ച മണ്ണിരയെ കൊടുക്കും, കിളി തൂവൽ കൊടുക്കും. കുഞ്ഞിക്കിളിയുടെ വയറ് നിറഞ്ഞ് പറക്കാൻ പറ്റാതായി. പൂച്ച കുഞ്ഞിക്കിളിയെ പിടിച്ചു തിന്നു. കഥ ഇത്രയേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് എൻ്റെയും നിൻ്റെയും ജീവിതത്തെ ഒന്ന് പരിശോധിക്കൂട്ടോ. എൻ്റെ ഈശോയെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഒരു കുഞ്ഞു നുണ പോലും പറയാതെ. എല്ലാവരും കുറവുള്ളവരാണ്, തെറ്റുകളൊക്കെ എല്ലാവർക്കും പറ്റാം. നമ്മുടെ ജീവിതമാകുന്ന തോണി ഒരു തെങ്ങിൽ കെട്ടിയിട്ട് വഞ്ചി പോകാൻ ആഞ്ഞു തുഴഞ്ഞ് വയ്യാതായിട്ട് വല്ല കാര്യവുമുണ്ടോ? അഴിക്കേണ്ടത് തെങ്ങിൽ നിന്നുള്ള കെട്ട് തന്നെയാണ്. അതിനാൽ കുഞ്ഞു കുഞ്ഞു കെട്ടുകൾ അഴിച്ചുകൊണ്ട് സുഗമമായി ഈശോയെയും കൂട്ടി യാത്ര ചെയ്യാൻ എനിക്കും നിനക്കും സാധിക്കട്ടെ.